ഇസ്ലാമിൽ ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള പ്രധാനപ്പെട്ട കടമകൾ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഉത്തമമായ മാതൃകകളാണ് ഇതിനാധാരം. ഭർത്താവിന്റെ പ്രധാന ബാധ്യതകൾ: 1. മഹർ നൽകുക. വിവാഹവേളയിൽ ഭാര്യയ്ക്ക് നൽകുന്ന നിർബന്ധിത വിവാഹമൂല്യമാണ് മഹർ. ഇത് അവളുടെ അവകാശമാണ്. 2. ജീവനാംശം നഫഖ. ഭാര്യയുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ ഭർത്താവിന്റെ സാമ്പത്തിക ശേഷിയനുസരിച്ച് മാന്യമായ രീതിയിൽ നൽകേണ്ടത് നിർബന്ധമാണ്. 3. നല്ല രീതിയിലുള്ള സഹവാസം. ഖുർആൻ കൽപ്പിക്കുന്നത് പോലെ ഭാര്യമാരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തന്റെ കുടുംബത്തോട്, ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. 4. മതപരമായ അറിവ് പകരുക. ഭാര്യയെ ഇസ്ലാമിക നിയമങ്ങളും മൂല്യങ്ങളും പഠിപ്പിക്കുകയും അവളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുക എന്നത് ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ്. 5. രഹസ്യങ്ങൾ സൂക്ഷിക്കുക. ദാമ്പത്യ ജീവിതത്തിലെ സ്വകാര്യ കാര്യങ്ങളും ഭാര്യയുടെ രഹസ്യങ്ങളും മറ്റുള്ളവരോട് വെളിപ്പെടുത്താൻ പാടുള്ളതല്ല. 6. നീതി പുലർത്തുക. ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ അവർക്കിടയിൽ ഭക്ഷണത്തിലും വസ്ത്രത്തിലും താമസത്തിലും തുല്യനീതി പാലിക്കണം. 7. സഹനവും വിട്ടുവീഴ്ചയും. ഭാര്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചെറിയ പിഴവുകൾ ക്ഷമിക്കണമെന്നും അവരോട് സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും പെരുമാറണമെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിട്ടുണ്ട്. ഭാര്യയുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നതാണ് ഒരു മുസ്ലിം ഭർത്താവിന്റെ ഏറ്റവും വലിയ കടമ. ഇസ്ലാമിൽ ദാമ്പത്യം എന്നത് കേവലം ഒരു കരാറല്ല, മറിച്ച് അള്ളാഹുവിന്റെ പേരിലുള്ള വിശുദ്ധമായ ഒരു ഉടമ്പടിയാണ്. ഭർത്താവിന്റെ കടമകളെക്കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ അന്ത്യപ്രഭാഷണം പ്രത്യേകമായി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഭർത്താവിന്റെ കടമകളെ പ്രധാനമായും 3 തിരിക്കാം. 1. സാമ്പത്തികമായ കടമകൾ, ഫൈനാൻഷ്യൽ റൈറ്റ്സ്. ഇതൊരു ഔദാര്യമല്ല, മറിച്ച് ഭാര്യയുടെ അവകാശമാണ്. നഫഖ, മെയിൻ്റനൻസ്. സ്വന്തമായി വരുമാനമുള്ള സ്ത്രീയാണെങ്കിൽ പോലും അവൾക്ക് ഭക്ഷണവും വസ്ത്രവും നൽകേണ്ടത് ഭർത്താവാണ്. പാർപ്പിടം. ഭാര്യയുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് അവൾക്ക് സുരക്ഷിതമായ ഒരു താമസം ഒരുക്കിക്കൊടുക്കണം. ചികിത്സ. ഭാര്യയുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും രോഗസമയത്ത് ചികിത്സ ഉറപ്പാക്കാനും ഭർത്താവ് ബാധ്യസ്ഥനാണ്. 2. വൈകാരികവും മാനസികവുമായ കടമകൾ, ഇമോഷണൽ റൈറ്റ്സ്. ഭാര്യയുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുക എന്നത് പുണ്യകരമായ കാര്യമാണ്. സ്നേഹപ്രകടനം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാരോടൊപ്പം ഓട്ടമത്സരം നടത്തുകയും അവരോട് തമാശകൾ പറയുകയും ചെയ്യുമായിരുന്നു. ഇത് ദാമ്പത്യം ഊഷ്മളമാക്കാൻ ആവശ്യമാണ്. ക്ഷമ. ഭാര്യയിൽ നിന്ന് അനിഷ്ടകരമായ വല്ലതും കണ്ടാൽ ദേഷ്യപ്പെടാതെ അവളിലുള്ള നല്ല ഗുണങ്ങളെ ഓർക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അഭിമാനം സംരക്ഷിക്കൽ. ഭാര്യയുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രീതിയിൽ പെരുമാറാനോ അവളെ അപമാനിക്കാനോ പാടില്ല. 3. പെരുമാറ്റപരമായ കടമകൾ, കണ്ടക്ട് ബേസ്ഡ് റൈറ്റ്സ്. വീട്ടുജോലികളിൽ സഹായിക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെത്തിയാൽ തന്റെ വസ്ത്രം തുന്നുകയും ചെരുപ്പ് നന്നാക്കുകയും വീട്ടുകാരെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. വീട്ടുജോലി ഭാര്യയുടെ മാത്രം ഉത്തരവാദിത്തമല്ല എന്ന വലിയ പാഠമാണിത്. അക്രമം പാടില്ല. ഭാര്യയെ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കുന്നത് ഇസ്ലാമിൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഭാര്യമാരെ അടിക്കരുത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം കൽപ്പിച്ചിട്ടുണ്ട്. കുടുംബത്തോടുള്ള കടമ. ഭാര്യയുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും ബഹുമാനിക്കാനും അവരോട് ചേർന്നു നിൽക്കാനും അവളെ അനുവദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം. സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. തീർച്ചയായും അള്ളാഹുവിന്റെ അമാനത്തായിട്ടാണ് ഏൽപ്പിക്കപ്പെട്ട സ്വത്ത് നിങ്ങൾ അവരെ സ്വീകരിച്ചിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാമ്പത്യത്തിൽ സന്തോഷം നിലനിർത്താൻ ഈ കടമകൾ പാലിക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. വിശുദ്ധ ഖുർആനിലെ വചനങ്ങളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഉദാത്തമായ മാതൃകകളും. ഖുർആനിലെ വചനങ്ങൾ. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ഖുർആൻ നൽകുന്ന ഏറ്റവും മനോഹരമായ ഒരു വിവരണം ഇതാണ്: നിങ്ങൾക്ക് സമാധാനമായി ഒത്തുചേരാൻ നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കുകയും ചെയ്തത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. സൂറത്തുർ റൂം 21. മറ്റൊരു വചനത്തിൽ ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം വസ്ത്രത്തോടാണ് അള്ളാഹു ഉപമിച്ചിരിക്കുന്നത്. വസ്ത്രം ശരീരത്തിന് സംരക്ഷണവും സൗന്ദര്യവും നൽകുന്നതുപോലെ പരസ്പരം കുറവുകൾ മറച്ചുപിടിക്കാനും സംരക്ഷണം നൽകാനും ദമ്പതികൾക്ക് സാധിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മാതൃകകൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാരോട് പെരുമാറിയിരുന്ന രീതി ലോകത്തിന് തന്നെ വലിയൊരു പാഠമാണ്. 1. വീട്ടുജോലിയിൽ സഹായിക്കൽ. ഒരിക്കൽ ഐഷ ബീവിയോട് ആരോ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ എന്താണ് ചെയ്യാറുള്ളത്? അവർ മറുപടി പറഞ്ഞു, അദ്ദേഹം വീട്ടുകാരുടെ ജോലികളിൽ സഹായിക്കാറുണ്ടായിരുന്നു. ബാങ്ക് വിളിച്ചാൽ ഉടൻ നിസ്കാരത്തിന് പോവുകയും ചെയ്യും. 2. സ്നേഹപ്രകടനം. ആയിഷ ബീവി പാത്രത്തിന്റെ ഏത് ഭാഗത്ത് വെച്ചാണോ വെള്ളം കുടിക്കുന്നത് അതേ ഭാഗത്ത് തന്നെ വായി വെച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കുടിക്കുമായിരുന്നു. ഇത് ഭാര്യയോടുള്ള സ്നേഹവും അടുപ്പവും പ്രകടിപ്പിക്കാനായിരുന്നു. 3.
വിനോദങ്ങളിൽ ഏർപ്പെടൽ. ഭാര്യമാരുടെ മാനസിക ഉല്ലാസത്തിന് അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നു. ആയിഷ ബീവിയോടൊപ്പം അദ്ദേഹം ഓട്ടമത്സരം നടത്തിയ ചരിത്രം പ്രസിദ്ധമാണ്. ഒരിക്കൽ അവർ നബിയെ തോൽപ്പിച്ചു. പിന്നീട് മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തോൽപ്പിച്ചപ്പോൾ ഇത് അന്നത്തെ മത്സരത്തിനുള്ള പകരമാണ് എന്ന് തമാശയായി പറയുകയും ചെയ്തു. 4. അഭിപ്രായം മാനിക്കൽ. ഹുദൈബിയ സന്ധിക്ക് ശേഷം അനുയായികൾക്കിടയിൽ ചെറിയൊരു ആശയക്കുഴപ്പമുണ്ടായപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യ ഉമ്മു സൽമയോട് ഉപദേശം ചോദിക്കുകയും അവർ നൽകിയ ബുദ്ധിപരമായ നിർദ്ദേശം സ്വീകരിക്കുകയും ചെയ്തു. സ്ത്രീകളുടെ അഭിപ്രായങ്ങൾക്ക് അദ്ദേഹം നൽകിയ വലിയ വിലയാണിത്. 5. യാത്രകളിലെ കരുതൽ. യാത്രകളിൽ ഭാര്യമാർക്ക് ഒട്ടകപ്പുറത്ത് കയറാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുട്ടുകാൽ മടക്കി വെച്ചുകൊടുക്കുമായിരുന്നു. സഫിയ ബീവി ഇതിലൂടെയാണ് ഒട്ടകപ്പുറത്ത് കയറിയിരുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭക്ഷണം കഴിക്കുമ്പോൾ ഭാര്യയുടെ വായിലേക്ക് വെച്ചുകൊടുക്കുന്ന ഒരു കഷ്ണം ഭക്ഷണത്തിന് പോലും നിനക്ക് പ്രതിഫലമുണ്ട്. ഒരു വിശ്വാസി ഒരു വിശ്വാസിനിയോട് ഭാര്യയോട് ദേഷ്യം വെച്ചു പുലർത്തരുത്. അവളിലെ ഒരു സ്വഭാവം നിങ്ങൾക്ക് അനിഷ്ടകരമാണെങ്കിൽ മറ്റൊരു സ്വഭാവം നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ടാകും. ഇതൊക്കെയും ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് എത്രമാത്രം വിട്ടുവീഴ്ചയുള്ളവനും സ്നേഹമുള്ളവനുമായിരിക്കണമെന്ന് പഠിപ്പിക്കുന്നു. പരസ്പര ബഹുമാനവും സംസാരശൈലിയും. ദാമ്പത്യത്തിൽ സംസാരം വളരെ പ്രധാനമാണ്. കഠിനമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ വിലക്കിയിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭാര്യയെ മുഖത്തടിക്കരുത്, അവളെ ചീത്ത പറയരുത്, പിണക്കമുണ്ടായാൽ വീടിന് പുറത്തു വെച്ച് അവളെ മാറ്റി നിർത്തരുത്. അതായത് പിണക്കങ്ങൾ വീടിനുള്ളിൽ തന്നെ തീർക്കണമെന്നും മറ്റുള്ളവരുടെ മുന്നിൽ അവളെ അപമാനിക്കരുതെന്നും ഇത് പഠിപ്പിക്കുന്നു. വീടിനുള്ളിലെ സ്വഭാവം. ക്യാരക്ടർ അറ്റ് ഹോം. പലരും പുറത്തുള്ളവരോട് വളരെ മാന്യമായി പെരുമാറുകയും വീട്ടിലെത്തുമ്പോൾ പരുഷമായി പെരുമാറുകയും ചെയ്യാറുണ്ട്. ഇതിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയിട്ടുണ്ട്. വിശ്വാസികളിൽ ഏറ്റവും പൂർണ്ണമായ വിശ്വാസമുള്ളവൻ നൽസ്വഭാവമുള്ളവനാണ്. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തന്റെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം അളക്കപ്പെടുന്നത് അയാൾ സ്വന്തം ഭാര്യയോട് എങ്ങനെ പെരുമാറുന്നു എന്നത് നോക്കിയാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഭാര്യയുടെ ബന്ധുക്കളോടുള്ള കടമ. ഭാര്യയുടെ കുടുംബത്തെ ബഹുമാനിക്കുന്നത് അവളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ആദ്യ ഭാര്യ ഖദീജ ബീവിയുള്ള സ്നേഹസൂചകമായി അവരുടെ മരണശേഷവും അവരുടെ സുഹൃത്തുക്കൾക്ക് സമ്മാനങ്ങൾ അയച്ചു കൊടുക്കുമായിരുന്നു. ഇത് തന്റെ പങ്കാളിയുടെ ഇഷ്ടങ്ങളെയും ബന്ധങ്ങളെയും എത്രത്തോളം വിലമതിക്കണമെന്ന് കാണിച്ചു തരുന്നു. കുട്ടികളുടെ വളർത്തലിലെ പങ്കാളിത്തം. മക്കളെ വളർത്തുന്നത് ഭാര്യയുടെ മാത്രം ബാധ്യതയല്ല, അത് മാതാപിതാക്കളുടെ സംയുക്ത ഉത്തരവാദിത്തമാണ്. കുട്ടികളോട് കരുണ കാണിക്കാനും അവരോടൊപ്പം കളിക്കാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമയം കണ്ടെത്തിയിരുന്നു. മക്കളെ നല്ല രീതിയിൽ വളർത്തുന്നത് സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്നും അദ്ദേഹം പഠിപ്പിച്ചു. ദാമ്പത്യത്തിലെ വിട്ടുവീഴ്ച, കോംപ്രമൈസ്. മനുഷ്യർ എന്ന നിലയിൽ തെറ്റുകൾ സംഭവിക്കാം. അത് മനസ്സിലാക്കി പെരുമാറാനാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീ വാരിയെല്ല് പോലെയാണ്. നീ അത് നിവർത്താൻ നോക്കിയാൽ അത് ഒടിഞ്ഞുപോകും. അതിലെ വക്രതയോടുകൂടി തന്നെ നീ അവളെ ആസ്വദിക്കുക. അതായത് സ്ത്രീയുടെ പ്രകൃതത്തെ ഉൾക്കൊള്ളാനും ചെറിയ കുറവുകളെ സ്നേഹത്തോടെ പരിഹരിക്കാനും ഭർത്താവിന് കഴിയണം. കുടുംബജീവിതം വിജയകരമാക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. പരസ്പര കൂടിയാലോചന, കൺസൾട്ടേഷൻ. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഭാര്യയുമായി ആലോചിക്കുന്നത് സ്നേഹം വർദ്ധിപ്പിക്കും. കുറ്റപ്പെടുത്താതിരിക്കുക. ഭക്ഷണത്തിൽ ഉപ്പ് കുറഞ്ഞാലോ വീട് വൃത്തിയായില്ലെങ്കിലോ രോഷാകുലനാകാതെ സൗമ്യമായി കാര്യങ്ങൾ പറയുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഭക്ഷണത്തെ കുറ്റപ്പെടുത്തിയിരുന്നില്ല. ഇഷ്ടപ്പെട്ടാൽ കഴിക്കും, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കും. ആത്മീയമായ ഐക്യം. രാത്രി നിസ്കാരത്തിനായി എഴുന്നേൽക്കുമ്പോൾ ഭാര്യയെയും വിളിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ദാമ്പത്യത്തിൽ ബർക്കത്ത്, അനുഗ്രഹം ഉണ്ടാക്കും. ഒരു നല്ല ഭർത്താവ് ഭാര്യയുടെ വഴികാട്ടിയും സംരക്ഷകനും ആശ്വാസവുമായിരിക്കണം. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ദാമ്പത്യം അധികാരത്തിൻ്റെതല്ല, മറിച്ച് സ്നേഹത്തിൻ്റെയും കരുണയുടെയും പങ്കുവെക്കലാണ്.